കേരളത്തിലെ ലക്ഷക്കണക്കിന് അമ്മമാർക്കും ചേച്ചിമാർക്കും എന്തിന് സാധാരണക്കാർക്ക് മുഴുവൻ വലിയൊരു ഞെട്ടൽ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാള് വിശ്വസിച്ചിരുന്ന നമ്മുടെ നാട്ടുംപുറങ്ങളുടെ നട്ടെല്ലായ തൊഴിലുറപ്പ് പദ്ധതി ഇനി പഴയതുപോലെ ഉണ്ടാകില്ല. പേര് മാറുന്നു, നിയമം മാറുന്നു. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ആര് കൊടുക്കുമെന്ന കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഇത് വെറും ഒരു വാർത്തയല്ല, നമ്മുടെയൊക്കെ പോക്കറ്റിനെ ബാധിക്കുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്ത് മാറ്റം, തൊഴിലുറപ്പും എന്നും ഉണ്ടാകില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സ്വാഭാവികമായി ചിന്തിച്ചു പോകും. എന്നാൽ സംഗതി അതല്ല. VBG റാംജി എന്നൊരു പുതിയ കോഡ് തന്നെ ഇതിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു പേര് കൂടി മഹാത്മാഗാന്ധി എന്നുള്ള ആ ഒരു പേര് മാറ്റി അവിടെ വരികയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം, ഇത് നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ഒരു പദ്ധതിയല്ല, അത് പലരുടെയും അന്നം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയൊരു ബില്ല് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണ്. അതിന് അവർ ഇടാൻ പോകുന്ന പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, പഴയ പേരല്ല എന്നുള്ളൊരു കാര്യം. VBG റാംജി അഥവാ വികസിത് ഭാരത് ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി എന്നൊക്കെയാണ് പുതിയ പേരുകൾ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. പേര് മാറിയാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചിന്തിക്കാൻ പറ്റട്ടെ. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഗണപതി വട്ടം എന്ന ആ ഒരു സ്ഥലം, അതായത് സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം എന്നാക്കണമെന്ന് ആരൊക്കെയോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. അതുപോലെ പേരിലൊന്നും ഒരു കഥയില്ല. നിങ്ങൾ എന്ത് പേരിട്ടാലും എന്ത് സംഭവം ഇട്ടാലും നമുക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി. മഹാത്മാഗാന്ധിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ഇവിടെ പേര് മാറുന്നത് എന്തുകൊണ്ടായാലും നമുക്ക് ആ കുഴപ്പം എന്താണെന്നൊക്കെ നോക്കാം. പേരിനൊപ്പം മാറുന്നത് ഈ പദ്ധതിയുടെ സ്ട്രക്ചർ തന്നെയാണ്. കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു രീതി അടിമുടി മാറാൻ പോവുകയാണ്. ഇതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സും എക്കണോമിക്സും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത് ഫണ്ടിങ്ങിലാണ്. ഇതുവരെ തൊഴിലെടുക്കുന്നവർക്കുള്ള കൂലി 100% നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരിനാണ്. മരുന്നിനും മറ്റുമുള്ള ചിലവുകൾ മാത്രമാണ് സംസ്ഥാനം നോക്കിയിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇതിൻ്റെ ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൂടി വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അതായത് 60% കേന്ദ്രം തരും, ബാക്കി 40% സംസ്ഥാനം കണ്ടെത്തണം.